ആദ്യ ഊഴത്തിലെ പോരായ്മകൾ പരിഹരിച്ചാണ് ട്രംപ് രണ്ടാം ഊഴത്തിൽ എത്തുന്നത്. കാർക്കശ്യം മുറ്റിനിൽക്കുന്ന എന്തിനേയും എതിർക്കുന്ന പ്രകൃതമുള്ള ആളായിരുന്നു ആദ്യ ഊഴത്തിൽ ട്രംപ്. എന്നാൽ ആ പോരായ്മകളെല്ലാം പരിഹരിച്ചാണ് ഇത്തവണ എത്തുന്നത്. ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് 13 ഫെഡറൽ തടവുകാരുടെ വധശിക്ഷ നടപ്പാക്കിയിരുന്നു. ആധുനിക യുഎസിന്റെ ചരിത്രത്തിൽ ഒരു പ്രസിഡന്റും ഇത്രയധികം പേരുടെ വധശിക്ഷ നടപ്പാക്കിയിട്ടില്ല. 2003 ശേഷം ഫെഡറൽ സർക്കാർ വധശിക്ഷ നടപ്പാക്കിയതും ട്രംപിന്റെ കാലത്താണ്. അതേസമയം ബൈഡന്റെ ഭരണകാലത്ത് പല സംവിധാനങ്ങളും അവയുടെ അധികാരമുപയോഗിച്ച് വധശിക്ഷ നടപ്പാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് അദ്ദേഹത്തെക്കൊണ്ട് പൊറുതിമുട്ടിയിരുന്ന സമയത്താണ് ജോ ബൈഡന്റെ രംഗപ്രവേശനം ഉണ്ടായത്. കഴിഞ്ഞ 15 മാസമായി തുടരുന്ന ഗസയിലെ ഇസ്രയേൽ വംശഹത്യയ്ക്കും സമ്പത്തും ആയുധങ്ങളും നൽകി കൂടെ നിന്നത് ബൈഡൻ ഭരണകൂടമായിരുന്നു. ഗസ വംശഹത്യയുടെ നേതൃത്വം കൊടുത്തയാൾ എന്ന അർത്ഥത്തിൽ മാത്രമായിരിക്കും ബൈഡനെ വിലയിരുത്തുക. ഈ സമയത്താണ് ശരിക്കും ട്രംപിന്റെ ചങ്കായ ഇലോൺ മസ്കിന്റെ ബുദ്ധി തന്നെയാണ് ട്രംപിനെ വീണ്ടും അധികാര കസേരയിലെത്തിച്ചത്. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ നിർണായക ഉത്തരവുകളിൽ ഒപ്പുവെച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മെക്സിക്കോ അതിർത്തിയിലെ അനധികൃത കുടിയേറ്റം ദേശീയ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിക്കുകയും ക്രിമിനൽ സംഘങ്ങളെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. യുഎസിൽ ജനിച്ച ആർക്കും പൗരത്വം നൽകുന്ന ജന്മാവകാശ പൗരത്വം സംബന്ധിച്ച ഉത്തരവിലും അദ്ദേഹം ഒപ്പുവെച്ചു. ക്യാപിറ്റോൾ ഹിൽ ആക്രമണത്തിൽ ഉൾപ്പെട്ട ഏകദേശം 1500 പേർക്ക് ട്രംപ് മാപ്പ് നൽകി. 2021 ആക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഉപേക്ഷിക്കാൻ അദ്ദേഹം നീതിന്യായ വകുപ്പിന് നിർദ്ദേശം നൽകി. തടവിലാക്കപ്പെട്ടവരിൽ ചിലർ തിങ്കളാഴ്ച രാത്രി മോചിതരാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ദേശീയ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഞായറാഴ്ച യുഎസിൽ അടച്ചുപൂട്ടാനിരുന്ന വീഡിയോ ആപ്പായ ടിക്ടോക്കിന്റെ നിരോധനം ട്രംപ് വൈകിപ്പിച്ചിട്ടുണ്ട്. 75 ദിവസത്തേക്കാണ് കേസിൽ നടപടി എടുക്കരുതെന്ന് അദ്ദേഹം അറ്റോർണി ജനറലിനോട് ഉത്തരവിട്ടു. ഊർജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നാണ് മറ്റൊന്ന്. എണ്ണ ഖനനം ചെയ്യാനായി ആർട്ടിക് തുറക്കുമെന്നും ആഭ്യന്തര ഊർജ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആഗോള ഉടമ്പടിയിൽ നിന്ന് പിന്മാറുകയും നിയന്ത്രണം കുറയ്ക്കുകയും ചെയ്തുകൊണ്ടുള്ള ഊർജ ഉൽപ്പാദനം പരമാവധിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീ, പുരുഷൻ എന്നീ 2 ലിംഗങ്ങളെ മാത്രമേ യുഎസ് സർക്കാർ അംഗീകരിക്കുന്നുവെന്നും ട്രംപ് പറഞ്ഞു. ഇതിന് വിഭിന്നമായിക്കൊണ്ടുള്ള മുൻ പ്രസിഡന്റ് ബൈഡന്റെ ഉത്തരവുകളും അദ്ദേഹം റദ്ദാക്കി. ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതാണ് മറ്റൊരു സുപ്രധാന ഉത്തരവ്. കോവിഡിനെയും മറ്റു ആരോഗ്യ പ്രതിസന്ധികളെയും ആഗോള ആരോഗ്യ ഏജൻസി തെറ്റായി കൈകാര്യം ചെയ്തു എന്നു പറഞ്ഞുകൊണ്ടാണ് ഈ നീക്കമെന്നും ഉത്തരവിൽ പറയുന്നു. പുതിയ വിദേശ വികസന സഹായങ്ങളും താൽക്കാലികമായി നിർത്താൻ തീരുമാനിച്ചു. അവലോകനം ചെയ്ത തീർപ്പാക്കും വരെ പുതിയ വിദേശ വികസന സഹായങ്ങളുടെ വിതരണങ്ങൾ 90 ദിവസത്തേക്കാണ് നിർത്തിവെച്ചത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും യുഎസിലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് ടിവിയും എൻജോയ് ചെയ്യുക.